അപ്പോൾ മച്ചമ്പീസ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ചാലക്കുടി പുഴയോരത്തെ അതിഫലഭൂയിഷ്ടമായ മണ്ണാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഒരു വളം ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് പിന്നെ വാഴയും കപ്പയും പിന്നെ അതേപോലെ ജാതിയും ഒക്കെ വളരെ ഫലഭൂയിഷ്ടമായി ഉണ്ടാകുന്ന മണ്ണാണ് ഈ ചാലക്കുടി പുഴയോരത്തുള്ള മണ്ണ്. അതുപോലെ തന്നെ ഇവിടെ വളരെ വൻതോതിൽ മാംഗോസ്റ്റിനും കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്ന പറമ്പിൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ പറമ്പാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പറമ്പിൽ ഏറ്റവും കൂടുതൽ വാഴയാണ്. യാതൊരു വളവും ചെയ്യാതെ ഏത്തവാഴ വളരെ ഉയരത്തിലുണ്ടായി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതോടൊപ്പം ജാതിയുണ്ട്, അങ്ങനെ പല ഐറ്റംസും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അധികം വളമൊന്നും ചെയ്യേണ്ട. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെയുള്ള ആ ഒരു കാടിനിടയിൽ, അതായത് ആറ്റുമട്ടൽ എന്ന് നമ്മൾ പറയും, അതിനിടയിൽ ഉണ്ടായി നിൽക്കുന്ന വാഴയും അതിൻ്റെ കൊലയും ഒക്കെ കാണിച്ചു തരാം. യാതൊരു വളവും കൃത്രിമ വളവും ചെയ്യാതെ ഉണ്ടായി നിൽക്കുന്ന സാധനങ്ങളാണ് അതൊക്കെ. അപ്പം ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ വാഴയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടോ? ഏത്തവാഴയുണ്ട്, അതോടൊപ്പം തന്നെ റോബസ്റ്റ് ഉണ്ട്. വളരെ പൊക്കത്തിലാണ് ഇത് പോയിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ചാലക്കുടി പുഴയാണിത്. ചാലക്കുടി പുഴയുടെ പിന്നെ തീരമാണിത്. തീരത്തോട് ചേർന്നിട്ടുള്ള ഒരു പറമ്പ്. അപ്പോൾ ഇവിടെ നോക്ക്, വാഴയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടോ? വാഴയൊക്കെ വളരെ ഉയരത്തിലാണ് പോയിരിക്കുന്നത്. വളരെ ഉയരത്തിലാണ് പോയിരിക്കുന്നത്. അപ്പം ഇന്ന് ഇത്ര ഉയരത്തിലാണ് ഇത് പോയിരിക്കുന്നത്. കണ്ടാ? അധികം വളമൊന്നും വേണ്ട. കൊലയൊക്കെ കണ്ട? അധികം വളമോ ഒന്നും വേണ്ട. അപ്പം വളരെ ഫലഭൂയിഷ്ടമായ മണ്ണാണിത്. കണ്ടാ? അപ്പോൾ അവിടെ കാണുന്നതാണ് നമ്മുടെ ചാലക്കുടി പുഴ. അങ്ങനെ ഒഴുകി പോകുന്നതാണ്ട. മനോഹരമായ സ്ഥലമാണ്. കണ്ട, വെള്ളക്കാന്താരി ഉണ്ടായി കിടക്കുന്നു. വെള്ളക്കാന്താരി. ഒരുപാട് വാഴയുണ്ട് ഇവിടെ. ഇടയ്ക്കൊക്കെ കാന്താരിയൊക്കെ നട്ടിട്ടുണ്ട്. കാന്താരിയൊന്നും ആരും പറിക്കുന്നൊന്നുമില്ലെന്ന് തോന്നുന്നു. വാഴയൊക്കെ പിടിച്ച് കെട്ടിയിട്ടുണ്ട് ഒടിയാതിരിക്കാനായിട്ട്. കണ്ടോ? പിന്നെ കപ്പ നിൽക്കുന്നതൊക്കെ ജാതിയാണ് നിൽക്കുന്നത്. കണ്ടോ? നിൽക്കുന്നതൊക്കെ ജാതിയാണ്. കപ്പ നട്ടിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൂടെ ജലസേചനമൊക്കെ ഉണ്ട്. കണ്ടോ? വെള്ളം ഒഴുകാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ചൂടിന് ഇവിടെ വലിയ കുറവൊന്നുമില്ല. നല്ല ചൂടുണ്ട്. ഇവിടുത്തെ പുഴയുടെ തീരമാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നല്ല ചൂടുണ്ട്. ഉണ്ടോ? ജാതി നിൽക്കുന്നുണ്ടോ? ഇവിടെയൊക്കെ വാഴ, ഒരുപാട് വാഴ ഉണ്ടായിരുന്നതാണ്. എല്ലാം വെട്ടി വിളവെടുത്ത് കഴിഞ്ഞു. ശരിക്കും അപ്പുറത്തെ പറമ്പിലൊക്കെ ഉണ്ടോ? കാട് പോലാണ് നിൽക്കുന്നത്. ജാതി ഫുള്ള് ജാതിയാണ്. കാട് പോലെ നിൽക്കുകയാണ്. ഇവിടെയൊക്കെ കാടൊക്കെ കുറച്ച് തെളിച്ചിട്ടുണ്ട്. കണ്ടോ? കൊലയൊക്കെ ഒടിഞ്ഞ് കിടക്കുന്നുണ്ടോ? ഇതാണ് ജാതി മരം. അപ്പോൾ അവിടെ എല്ലാം ജാതിയാണ് നിൽക്കുന്നത് ഈ പറമ്പിൽ. കണ്ടോ? ഉണ്ടോ? കപ്പയുണ്ടോ? അതിനകത്തൊന്നും ഇല്ല. അത് ഇതില്ലാത്ത കപ്പയില്ലാത്ത. കപ്പയില്ല അതിനകത്ത്. ഉണ്ടോ? ആണ് ജാതി. ഇടയിൽ നല്ല തണലാണ് ഇവിടെ.
അങ്ങനെ പലതരത്തിലുള്ള കൃഷിയുണ്ട്. റബ്ബർ മാത്രമില്ല, ബാക്കി എല്ലാ കൃഷികളും ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവർ 2 പോത്തിനെയും വളർത്തുന്നുണ്ട്. അതാണ് കേട്ടോ പോത്ത്. അപ്പോൾ ഈ പോത്തിൻ്റെ ചാണകം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വളമായിട്ട് തന്നെ ഉപയോഗിക്കാം ഈ പറമ്പിൽ. അപ്പോൾ അതിനുവേണ്ടിയാണ് പോത്തിനെ വളർത്തുന്നത്. വിറവൊക്കെ പറക്കി അടുക്കി വെച്ചേക്കുന്നുണ്ടോ. പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിൽ ഇതുപോലൊക്കെ ആയിരുന്നു വെച്ചിരുന്നത്, നാടൻ രീതിയിൽ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പോത്തുകൾ. അതെ, 2 പോത്തിനെയാണ് വളർത്തുന്നത്. മണം പിടിക്കുന്നുണ്ടവൻ. അപ്പുറത്തൊരു പോത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് പോത്ത്. അപ്പോൾ നമുക്ക് കപ്പയോ ഏത്തക്കയോ ഒക്കെ ഉണ്ടോയെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി പോവാണ് ഈ പറമ്പിൽ. അവരവിടെ കപ്പ പറിക്കാൻ നോക്കുന്നുണ്ട്. നമുക്ക് നോക്കാം കപ്പയുണ്ടോ എന്ന് നോക്കാം. അവിടെ കപ്പ പറിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാനവരെ കപ്പ പറിക്കാനൊന്ന് സഹായിക്കട്ടെ. ഓക്കെ. ഇപ്പോൾ പപ്പായ ഉണ്ടായിരിക്കുന്നുണ്ടോ? പപ്പായ ഉണ്ടോ? വളമൊന്നും വേണ്ട, പപ്പായ ഉണ്ടായിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പപ്പായ നമുക്ക് കുത്തിയിടാം. ഏ ഏ വെള്ളം എടുക്കുന്ന മോട്ടറാണിത്. ഇതാണ് മോട്ടർ, കണ്ട. ഇന്ന് വെള്ളം നടി വന്ന് ഈ ചാലിൽ കൂടാണ് ജലസേന നടത്തുന്നത്. കണ്ടാ. ഇത് വെട്ടി വെളുപ്പിച്ചെന്നാലും താമസിക്കുകയൊക്കെ ചെയ്യാം. ഇത് ഇവിടെ പാടമില്ലല്ലോ. ഇത് കരയല്ലേ, കരഭൂമിയായത്. ഭൂമിയായതുകൊണ്ട് ആൾക്കാർക്ക് താമസിക്കാം. ഈ വീടില്ലാണ്ട് എന്തോരം ആൾക്കാർ കിടക്കും. അത് തന്നെ. നമ്മളിനി അടുത്തൊരു വാഴയും കൂടെ വെട്ടാൻ പോവുക. അതായത് ഒരു വിളഞ്ഞ കൊല നമുക്കിതിനകത്തുനിന്ന് വെട്ടാം. അതാണ്ട മുളക് നിൽക്കുന്നുണ്ട, വെള്ളമുളക് നിൽക്കുന്നുണ്ട, വെള്ളക്കാന്താരി. നമുക്കിതിൻ്റെ കുറച്ച് വിത്തിനെടുക്കാം. വിത്തിന് ഞാൻ കുറച്ചെടുക്കുക. അതെ, വെള്ളക്കാന്താരി. നിറയെ നിൽപ്പുണ്ട്, കണ്ടാ. എനിക്ക് നമുക്ക് ഈ കൊല വെട്ടാൻ തോന്നുന്നുണ്ട്. ഈ കൊല ഇതങ്ങ് വെട്ടാം. ഓക്കെ. ഇത് വിളഞ്ഞാന്ന് തോന്നി കൂട്ടത്തിൽ. അപ്പോൾ ഇത് വെട്ടാൻ പോവാം. അപ്പം ഞാൻ ഏത് വെട്ടണമെന്നുള്ള കൺഫ്യൂഷനായി, കണ്ടാ. നോക്കുമ്പം എല്ലാം വിളഞ്ഞ പോലെ ഇരിക്കുന്നു. ഏത് വെട്ടണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. അപ്പോൾ നമുക്ക് ആ ചേച്ചിയോട് ചോദിക്കാം, നമുക്ക് ഇത് വെട്ടിയാലോ? ദാണ്ടി നടുക്കി നിൽക്കുന്നേ, വെട്ടട്ടെ? ആ, അപ്പോൾ നമുക്ക് ഇതങ്ങ് വെട്ടാമെന്ന് വിചാരിക്കുക. ദാണ്ടി ഈ നിൽക്കുന്നത് ആ കുറച്ച് വിളഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ. അതുകൊണ്ട് ഇത്ര ഐറ്റം കിട്ടിയിട്ടുണ്ട്, കണ്ടാ. അത് പറമ്പ് മേടിക്കാൻ പറമ്പ് മേടിക്കാനൊന്നും ആൾ വന്നിട്ടില്ല. ഇല്ല ഇല്ല. ഓക്കെ, ഇത്ര ഐറ്റം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആണല്ലേ? ആ ആ. ആണോ? ആ, നിങ്ങളുടെ വീട് എവിടാ?
എൻ്റെ ഇവിടെ ജംഗ്ഷൻ തന്നെയാണ്. ജംഗ്ഷനിൽ തന്നെ അല്ലേ? ഓ ശരി ശരി ശരി. ഇത് നോക്കുന്ന നമ്മളല്ലേ? അതെ അതെ. ഇത് ഞാൻ ഒരു 10-20 കൊല്ലമായി നോക്കുന്നത്. ആ ഇതിനകത്ത് വരുമാനം എങ്ങനെയുണ്ട്? ഈ കൃഷിയൊക്കെ നിങ്ങളാണോ ചെയ്തേക്കുന്നത്? ഇതാ ആ ശരി. ഇതേ വേറെ എന്നാ പേരെങ്ങനെയാ? എൻ്റെ ഒരു ഔസപ്പ്. ഔസേപ്പല്ലേ? അത് എന്തെന്നറിയാമോ, ഇപ്പൊ ഒരാളെ നിർത്തി പണി എടുപ്പിക്കാൻ പറ്റില്ല. പറ്റത്തില്ല പറ്റത്തില്ല പറ്റത്തില്ല. മനസ്സിലായ? അറിയുന്നവർക്ക് അറിയുള്ളൂ. അറിയുന്നവർക്ക് അറിയൂ. അതല്ലേ ഭയങ്കര പാടല്ലേ? ഒരാളെ നിർത്തി ഒരു സമയം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ ഇത്തിരി ചുറ്റും വലിച്ചതിന് ഇതിപ്പോ ആരെ വെച്ച് ചെയ്തേക്കുന്ന? ഏതാ ഇപ്പൊ ഇത്രയും ക്ലീൻ ആക്കിയിട്ടേക്കുന്ന അടിയിൽ കിടക്കുന്നേ? അപ്പാ പെങ്ങൾ ശരിയാക്കാൻ വേണ്ടി ശരിയാക്കിയത്. ആണോ? ഇതിനപ്പോ ഡെയിലി എത്ര രൂപ കൊടുത്തു ഇത് ശരിയാക്കാൻ? ഇത് മറ്റേ വണ്ടിക്ക് വലിക്കണേ. ഓ വണ്ടിക്ക് വലിച്ചല്ലേ? ആളെടുത്ത് ഒരു 15,000 രൂപ 20,000 രൂപ വരും. ഇത്രയും ക്ലിയർ ആവില്ല. അത് ശരി. ഇതിപ്പോ ഞാൻ ശക്ക ഞങ്ങൾ വലിപ്പിച്ചു. ഇനി വേറെ ഇതിപ്പോ ഇപ്പൊ നമ്മുടെ പറമ്പ് നോക്കുന്ന ഔസായിപ്പേട്ടനാണ് ഈ പറമ്പ് നോക്കുന്നത്. പുള്ളി പറയാണ് ഇപ്പൊ ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയാണ്. പുള്ളിയാണ് ഈ കൃഷിയെല്ലാം ചെയ്തേക്കുന്നത്. എന്താ തെങ്ങ് കുറവല്ലേ? തെങ്ങ് കൊണ്ട് വെക്കാൻ വേണ്ടി ദിവസം പോലെ വെക്കാം. പോത്ത് ചേട്ടൻ്റെ ആണോ? ആ തീറ്റ പറ്റുന്നില്ലല്ലോ പോത്തിന്. അതിപ്പോ ഞാൻ വരും നേരം വരും കെട്ടിയിട്ട് പുഴയോട് കെട്ടിയിടും. അതിനെ ഈ പുളിയരിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വേവിച്ചു കൊടുക്കണം. അത് ഇത് കൊടുക്കും. ചോളത്തോട് പിന്നെ ബിയറിന്റെ വേസ്റ്റ് കിട്ടും, അത് വാങ്ങിച്ചു കൊടുക്കും. കൊടുക്കുന്നില്ല. കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരും. പിന്നെ ബിയറിന്റെ വേസ്റ്റ് കിട്ടും, അത് വാങ്ങിക്കാനായിട്ട് കിട്ടും, അത് വാങ്ങിച്ചു കൊടുക്കുക. പെട്ടെന്ന് വളരും. ക്ഷീണം ഉണ്ട് അതിന്. എത്ര വർഷമായി ഇത്? അത് 1 വർഷമായില്ല, 5-6 മാസമായിട്ടുള്ളൂ. വളരും. ഇനി വരും വളരും. അതിന് കാരണം പക്കുള്ളതാ അല്ലേ? സൈസുണ്ട്. നല്ല സൈസുള്ള സാധനമാണ്. അത് വരും. അവൻ്റെ സ്ട്രക്ചറുണ്ട്. അപ്പോൾ ഈ പറമ്പ് ഏകദേശം ഒരു 1 ഏക്കർ 23 സെൻറ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കൊടുക്കാനാണ്. ഇവർക്ക് കൊടുക്കാൻ താല്പര്യമുണ്ട്. നല്ല വിലക്കാർ വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ താല്പര്യമുണ്ട്. അപ്പം ഇത് മൊത്തമായിട്ട് എടുക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുക. ഓക്കെ. നമ്മൾ ഈ പറമ്പിൽ നിന്ന് വിട പറയാൻ പോവാണ്. അപ്പം കുറേ സാധനങ്ങളൊക്കെ പറക്കി അപ്പം വിട പറയാൻ പോവാം. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഇനി അടുത്തൊരു കാഴ്ചയുമായി എത്താം. ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ. ഓക്കെ.